भाषा प्रजातंत्र के शास्त्र की भाषा। हिंदी भाषा राष्ट्र की भाषा, प्रजातंत्र के शास्त्र की भाषा। देवनागरी लिपि में भाषा, जन जन के मन की अभिलाषा। हिंदी भाषा राष्ट्र की भाषा, प्रजातंत्र के शास्त्र की भाषा। नमस्कार। आज 14 सितंबर हिंदी दिवस। सबसे पहले आप सभी को हिंदी दिवस की ढेर सारी शुभकामनाएं। भारत विविधताओं का देश है। इन विविधताओं में भी यहाँ एकता पाई जाती है। यहाँ कई भाषाएं बोली जाती है, लेकिन अधिकांश लोग हिंदी भाषा जानते हैं। पूरे भारतवासियों को एक सूत्र में बांधने वाली कड़ी है हिंदी। इसलिए गांधी जी ने हिंदी भाषा को जनमानस की भाषा कहा है। 14 सितंबर को हिंदी दिवस मनाने का उद्देश्य भी यही है, हिंदी भाषा का प्रचार प्रसार। आज के दिन कई स्कूलों और अन्य संस्थाओं में हिंदी दिवस बड़े धूमधाम से मनाते हैं और हिंदी दिवस के सिलसिले में स्कूलों कॉलेजों में बच्चों के लिए कई प्रकार की प्रतियोगिताएं चलाई जाती है। मुझे बेहद खुशी है कि हमारे एसबी हाई स्कूल के बच्चे बड़ी सक्रिय रूप से आज के इस माहौल में भी बहुत सक्रिय रूप से हिंदी दिवस की प्रतियोगिता में भाग ले रहे हैं। हमारे स्कूल के हिंदी दिवस के कार्यक्रम में आप सभी का हार्दिक स्वागत। ഇന്ന് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. ഏവർക്കും ഹിന്ദി ദിനത്തിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. വൈവിധ്യങ്ങളുടെ നാടായ ഭാരതത്തിലെ എല്ലാ ജനങ്ങളെയും വിളക്കിച്ചേർക്കുന്ന കണ്ണിയാണ് ഹിന്ദി ഭാഷ. ഗാന്ധിജി ഇതിനെ ഹൃദയത്തിൻ്റെ ഭാഷ, ജനമാനക്കി ഭാഷ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഭാരതത്തിൽ മറ്റനേകം ഭാഷകളുണ്ടെങ്കിലും ധാരാളം ആളുകൾ സംവദിക്കുന്ന ഭാഷയെന്ന നിലയിലാണ് ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ചിട്ടുള്ളത്. 1949 സെപ്റ്റംബർ 14 ഹിന്ദി ദേശീയ ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നേ ദിവസം തന്നെ ദേവനാഗരിയെ ഔദ്യോഗിക ലിപിയായി അംഗീകരിക്കുകയുണ്ടായി. ഇന്ന് 25 കോടിയിലേറെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. സംസാരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ ലോകത്ത് 4ാം സ്ഥാനമാണ് ഹിന്ദിക്കുള്ളത്. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി നാം ആഘോഷിക്കുന്നത്. ഇന്നേ ദിവസം എസ്ബിയിലെ വിദ്യാർത്ഥികൾ ഏറെ ഉത്സാഹത്തോടെ ഹിന്ദി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഏറെ ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. എസ്ബിയുടെ ഹിന്ദി ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, സെപ്റ്റംബർ 14 ഭാരതത്തിൽ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുകയാണ്. ഈ ആചരണത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഹിന്ദി ഭാഷയുടെ പ്രത്യേകമായിട്ടുള്ള സ്വാധീനം മനസ്സിലാക്കുകയും
ഹിന്ദി ഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിരവധിയായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സെൻറ്റ് ബെർക്കമാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ ഹിന്ദി ഭാഷയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനായിട്ട് പല പരിപാടികളും ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതിലൂടെ കുഞ്ഞുങ്ങളിൽ ഹിന്ദി ഭാഷയോടുള്ള ആഭിമുഖ്യം വളർത്തുകയും ഹിന്ദി ഭാഷയുടെ സാഹിത്യവും അതിൻ്റെ സംസ്കൃതിയുമൊക്കെ മനസ്സിലാക്കുന്നതിന് ഇടയാവുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കുട്ടികൾക്കായിട്ട് ഈ പരിപാടികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഹിന്ദി അധ്യാപകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. सबको नमस्कार। सेंट बेर्कमैन्स HSS चंगनाशरी के अध्यापक अध्यापिकाओं और सभी छात्रों को मेरा नमस्कार। मैं कलासियस राजभाषा प्रभारी यूनियन बैंक ऑफ इंडिया। आज आप सभी को सबसे पहले मैं हिंदी दिवस की हार्दिक शुभकामनाएं देना चाहती हूँ। जैसे कि आप सभी जानते हैं कि सितंबर 14 को हम हिंदी दिवस के रूप में मनाते हैं। हिंदी जो है हमारी राजभाषा है और राष्ट्रभाषा भी है, और हिंदी के साथ साथ बहुत सारी राष्ट्रभाषा तो है ही, फिर भी हिंदी को सबसे ज़्यादा भारत में बोली जाने वाली भाषा के रूप में माना जाता है, इसलिए हिंदी हमारी संपर्क भाषा भी है। और जैसे कि आप सभी जानते ही होंगे कि पूरे विश्व में मंदारिन जो है सबसे ज़्यादा बोली जाने वाली भाषा है। उसके बाद जो है दूसरा स्थान हिंदी को है। ये जो है शोध आदि कार्यों से हमारे जो कॉर्पोरेशन बैंक के एक जयंती प्रसाद मोतियाल सर करके एक सर है, उन्होंने ये अपने रिसर्च कार्य के माध्यम से उन्होंने ये सिद्ध किया है कि पूरे विश्व में मंदारिन के बाद सबसे ज़्यादा बोली जाने वाली भाषा जो है हिंदी है। और हिंदी के प्रचार प्रसार के लिए भारत सरकार ने बहुत सारी कार्य योजनाएँ की है, और उसमें से एक है ये हिंदी दिवस मनाना। आप सभी जानते हैं कि सभी जो सार्वजनिक क्षेत्र के कार्यालयों, बैंकों और स्कूलों में हिंदी दिवस बड़े धूमधाम से मनाया जाता है, और आप में से भी सभी लोग जो है इसमें भाग लिए होंगे। और सभी स्कूलों में हम लोग जो है निबंध प्रतियोगिता और भाषण प्रतियोगिता, प्रश्नोत्तरी प्रतियोगिता जैसे बहुत सारी प्रतियोगिताएं आयोजित करते हैं। और अभी जो भारत सरकार ने यानी हमारे माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने हिंदी के प्रचार प्रसार के लिए 12 प्रा के रूप में उसको प्रचार प्रसार करने के लिए उन्होंने बताया है। तो ये 12 प्रा जो है मैं आपको बताना चाहती हूँ, ये सबसे महत्वपूर्ण भी है। ये जो है प्रेरणा, प्रोत्साहन, प्रेम, प्राइस, प्रशिक्षण, प्रयोग, प्रचार प्रसार, प्रबंधन, प्रोन्नति, प्रतिबद्धता और प्रयास। तो ये 12 प्रा जो है सबसे महत्वपूर्ण है, और भारत के प्रधानमंत्री ने खुद अपने संदेश में ये बताया है कि ये 12 प्रा का प्रयोग करते हुए हम सभी को राजभाषा हिंदी का प्रचार प्रसार करना है। और आप लोग जानते ही होंगे कि हिंदी जो है अंग्रेज़ी के साथ साथ हमारी राजभाषा यानी ऑफिशियल लैंग्वेज भी है। मगर हिंदी का जो प्रचार करने का मूलभूत जो कार्य जो है आपको स्कूलों से ही शुरू करना है। इसलिए छात्रों के रूप में आपकी भूमिका जो है यहाँ पे बहुत ही महत्वपूर्ण है, क्योंकि आप जो है कल के नागरिक है, कल के भारत के नागरिक है। तो इसलिए आपको जो है हिंदी के प्रचार प्रसार में काफ़ी महत्वपूर्ण भूमिका निभानी है। और आप तो जानते ही हैं कि अगर आप हिंदी पढ़ते हैं या हिंदी जानते हैं तो पूरे भारत में आप कहीं भी बेझिझक जा सकते हैं, और आप लोग अगली पीढ़ी है हमारी, और आपको नए नए क्षेत्र को खोजना है, और उन सभी क्षेत्रों में आपको हिंदी बहुत ही महत्वपूर्ण एक भाषा होगी। इसलिए आप सभी जो है हिंदी अच्छे से पढ़िए और हिंदी का प्रचार प्रसार में भाग लीजिए, और आपके स्कूल में
जो भी हिंदी के जो कार्यकलाप होते हैं उसमें बड़े ही जोश के साथ आप लोग भाग लीजिए। और आप सभी को एक बार फिर से मैं हिंदी दिवस की हार्दिक शुभकामनाएं देती हूँ। जय हिंद, जय हिंदी। धन्यवाद। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। इस भाषा पर सारी दुनिया वारी 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 है। इस भाषा पर सारी दुनिया वारी 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 है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। चारों वेदों के पन्नों में जो गूंजे अविराम, चारों वेदों के पन्नों में जो गूंजे अविराम। राम कृष्ण की वाणी है ये और गीता का ज्ञान। राम कृष्ण की वाणी है ये और गीता का ज्ञान। इसके शब्दार्थों की शोभा न्यारी 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 है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। गंगा सी पावनता जिसमें है शिकरो सामान, गंगा सी पावनता जिसमें है शिकरो सामान। उस भाषा के हम भाषी है हमको अभिमान। उस भाषा के हम भाषी है हमको अभिमान। हम ना भूल सकेंगे इसको जब तक जान हमारी है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। हम है हिंदुस्तानी, हिंदी भाषा हमको प्यारी है। സെൻറ്റ് ബെർക്കമാൻസിലെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അഭിനന്ദനാർഹവും പ്രശംസനീയവുമായ പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണയുടെ ഭീതിയിൽ അകപ്പെട്ട് നിൽക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ഹിന്ദി അനായാസകരമായി കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ മാഗസിൻസ്, കൊളാഷ് തുടങ്ങി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും പ്രസംഗം, പദ്യപാരായണം തുടങ്ങിയുള്ള വിവിധ മത്സരങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ഹിന്ദിയിലുള്ള അവഗാഹം വർദ്ധിപ്പിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 5 അധ്യാപകർ ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി തന്നെ യുപിയിലും ഹൈസ്കൂളിലുമായിട്ട് ഉള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അവർക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിച്ച് പുതിയ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും വിദ്യാർത്ഥികളുടെ ഹിന്ദി പരിജ്ഞാനം വർദ്ധിപ്പിക്കുവാനുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ടും സാധിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. ഹിന്ദി ദിനം ആഘോഷിക്കുമ്പോൾ ഹിന്ദി ഭാഷയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടി മാത്രം ഹിന്ദി പഠിച്ചിരുന്ന ഒരു കാലം അവസാനിച്ചിട്ട് ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാലും ഹിന്ദി ആവശ്യകമാണ് എന്ന ബോധ്യത്തിലേക്ക് വിദ്യാർത്ഥികൾ വന്നിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഏത് സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ലോക്കൽ ഭാഷ അറിയാൻ മേലെങ്കിലും ഹിന്ദി അറിയാമെങ്കിൽ അവിടുത്തെ ആളുകളുമായി സംവദിക്കുവാനായിട്ട് സാധിക്കും എന്ന സ്ഥിതിവിശേഷം നിലനിൽപ്പുണ്ട്. പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി ഓൺലൈനിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ പലതും അവർക്ക് ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ്. കാരണം മെച്ചപ്പെട്ട പല ക്ലാസ്സുകളും ഹിന്ദിയിലാണ് ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ നടക്കുക. ഹിന്ദി ഭാഷ അറിയാൻ മേലാത്തത് കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട്. വിദ്യാർത്ഥികളിൽ ഇന്ന് ഹിന്ദിയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുവാൻ, രാഷ്ട്രഭാഷ അറിയുന്നതും
അതിനെ സ്നേഹിക്കുന്നതും വളരെ നല്ലതാണ്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കുവാൻ അത് നമ്മളെ സഹായിക്കും. ഈ വർഷവും പുതിയ പരിപാടികളുമായി ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ പക്കലേക്ക് എത്തുകയാണ്. ആ പരിപാടികളിൽ സഹകരിക്കുവാനും ഈ ഭാഷയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹിന്ദി ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. नमस्कार, 8 सितंबर शालोत्सव सबसे पहले सभी को हिंदी दिवस की ढेर सारी शुभकामनाएं देता हूँ। हर साल भारत देश में 14 सितंबर का दिन हिंदी दिवस के रूप में मनाया जाता है। 14 सितंबर 1950 को ही हिंदी भाषा को राजभाषा का दर्जा मिला था और तभी से 14 सितंबर का दिन हम भारत देश में हिंदी दिवस के रूप में मनाते हैं। लेकिन क्या आप जानते हैं कि हिंदी दिवस क्यों मनाया जाता है? इसके पीछे वजह है। दरअसल सन 1947 में जब भारत अंग्रेजी हुकूमत से आजाद हुआ था तो देश के सामने भाषा को लेकर सबसे ज्यादा सवाल था, क्योंकि भारत में सैकड़ों भाषाएं बोली जाती, पर इनमें से कौन सी राष्ट्रभाषा चुनी जाएगी, यह मुद्दा बहुत अहम था। बहुत सोच विचार के बाद हिंदी और अंग्रेजी को नई राष्ट्रभाषा चुना गया। 14 सितंबर 1950 को संविधान सभा ने एक मन से निर्णय लिया कि हिंदी ही हमारी भारत की राष्ट्रभाषा होगी। हम हिंदी दिवस इसलिए नहीं मनाते हैं क्योंकि हिंदी हमारी राष्ट्रभाषा है। हम हिंदी दिवस इसलिए मनाते हैं क्योंकि हिंदी सदियों से हमारी भाषा रही है और हमें इस भाषा का सम्मान करना चाहिए। अभी सेंट बर्कमन्स हायर सेकेंडरी स्कूल के हिंदी दिवस के कार्यक्रम का शुभारंभ करता हूँ। ആർഷഭാരതത്തിൻ്റെ തിലകക്കുറി നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി തന്നെയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ മാത്രമല്ല, ഓരോ ഭാരതീയന്റെയും ഹൃദയഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഹിന്ദി ഭാഷ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും ഹിന്ദി ഗ്രാമങ്ങൾ എന്ന് പറയത്തക്ക രീതിയിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ താമസിക്കുന്ന ചെറിയ ചെറിയ വില്ലേജുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയോട് ഏറ്റവും അടുത്ത് പായിപ്പാട്ട്, അവിടെ ഒരു ഹിന്ദി ഗ്രാമം തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കച്ചവടക്കാര്, മറ്റ് സാധാരണ ആൾക്കാര് ഒക്കെ ഹിന്ദി ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ഇത്രയും ലളിതമായി, ഇത്രയും ഈസിയായി പഠിക്കാനും സംസാരിക്കാനും കഴിയുന്ന മറ്റൊരു ഭാഷ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ആത്മാവ് ഹിന്ദി ഭാഷയിലാണ് കുടികൊള്ളുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കബീർദാസ്, തുളസിദാസ്, സൂർദാസ് തുടങ്ങിയ കവികൾ അവർ ലോകത്തിന് സംഭാവന ചെയ്ത മാനവിക മൂല്യങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടും. കബീർ സൂക്തങ്ങളിൽ പറയുന്നു, കൽ കരേ സോ ആജ് കരേ, ആജ് കരേ സോ അബ് കരേ. നാളെ ചെയ്യാനുള്ളത് ഇന്നു ചെയ്യുക, ഇന്നു ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. പലപ്പോഴും കുട്ടികളായ നമ്മൾ നാളെ നാളെ എന്ന് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും അത് ഉടനെ തന്നെ ചെയ്തു തീർക്കാനുള്ള കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഹിന്ദി ദിനത്തിന്റെ ആശംസകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും, ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
झुककर किसी को ऊपर उठाना, इससे अच्छी व्यायाम आपके हृदय के लिए और कोई नहीं हो सकती। आज से हम दूसरों को ऊपर उठने में मदद कर रहे हैं। सभी को नमस्कार। आज हिंदी दिवस। पहले आप सभी को हिंदी दिन की हार्दिक शुभकामनाएं। 14 सितंबर को देश भर में हिंदी दिवस के रूप में मनाया जाता है। हमारे स्कूल के बच्चे भी आज का दिन धूमधाम से मनाते हैं। उनके लिए भाषण, कवितालापन, पोस्टर रचना आदि कई प्रतियोगिताएं आयोजित किए और बच्चों ने उत्साह के साथ उनमें भाग लिए। अच्छा, मेरा दायित्व तो सभी को धन्यवाद देना है। हमारे स्कूल मैनेजर, प्रधानाध्यापक जी और प्रिंसिपल जी ने बधाई देकर इस दिन को धन्य किया। यूनियन बैंक ऑफ इंडिया के राजभाषा प्रबंधक श्रीमती कला जी ने मुख्य संदेश द्वारा राजभाषा हिंदी का महत्व हमें समझ लिया। उन सभी को एसबी हायर सेकेंडरी स्कूल के हिंदी विभाग की ओर से कृतज्ञता देती हूँ। हिंदी दिवस के कार्यक्रमों में भाग लिए हर बच्चों को और उन्हें प्रोत्साहित करने वाले माता पिताओं को तहे दिल से धन्यवाद देकर समाप्त करती हूँ।